ഇരുപത്തിയൊന്നാം നൂറ്റാണ്ട് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസും ഹൈസ്പീഡ് ഇന്റർനെറ്റുമൊക്കെ അടക്കി ഭരിച്ചിരിക്കുന്ന ഈ നൂറ്റാണ്ട് നിങ്ങളൊരു 10 വർഷം പുറകോട്ട് ചിന്തിച്ചു നോക്കൂ. അന്നൊക്കെ ഒരു ചായക്കടയിൽ പോയാൽ പൈസ കയ്യിൽ കൊടുക്കണം. എന്നാൽ ഇന്ന് അങ്ങനെയാണ്. ഭിക്ഷക്കാരന്റെ കയ്യിൽ വരെ QR കോഡ് ഉണ്ട്. നിങ്ങൾ ഏത് കടയിൽ ചെന്നാലും അവിടെ എന്തായാലും ഒരു QR കോഡ് കാണും. പൈസ എടുക്കാൻ മറന്നാലും കുഴപ്പമില്ല. ഇത് തന്നെ വലിയൊരു മാറ്റമാണ്. കീപാഡ് ഫോൺ ഉപയോഗിച്ച നമ്മൾ ഇപ്പോൾ സ്മാർട്ട് ഫോൺ ഉപയോഗിക്കുന്നു. ഇന്ന് സംസാരിക്കാൻ പോകുന്നത് നമ്മുടെ ഈ നൂറ്റാണ്ടിലെ സാങ്കേതികപരമായി വന്ന മാറ്റങ്ങളെക്കുറിച്ചാണ്. അപ്പോൾ നേരെ വീഡിയോയിലേക്ക് പോകാം. ഫോണുകൾ വിളിക്കാൻ മാത്രമായിരുന്ന കാലം നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? ഇപ്പോൾ നമ്മുടെ കയ്യിലുള്ള സ്മാർട്ട് ഫോണുകൾ വളരെ പവർഫുള്ളായ കമ്പ്യൂട്ടറുകളും ക്യാമറകളും പേഴ്സണൽ അസിസ്റ്റന്റുകളുമാണ്. എല്ലാം ഈ ഒരൊറ്റ മിനുസമാർന്ന ചതുര കഷ്ണത്തിൽ അടങ്ങിയിരിക്കുന്നു. ഡിജിറ്റൽ വിപ്ലവം ഗാഡ്ജറ്റുകളെ കുറിച്ചല്ല, അത് കണക്ടിവിറ്റികളെ കുറിച്ചാണ്. ഇൻസ്റ്റഗ്രാം, ടിക്ടോക്ക്, യൂട്യൂബ് തുടങ്ങിയ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾ പരസ്പരം അറിയാത്ത കുറേ മനുഷ്യബന്ധങ്ങളെ ഒന്നിപ്പിച്ചു. ആശയങ്ങളും കഥകളും നിമിഷങ്ങൾക്കുള്ളിൽ പടരുന്ന ഒരു ആഗോള ഗ്രാമമാക്കി നമ്മെ മാറ്റി. ഇന്റർനെറ്റ് നമ്മുടെ വിരൽത്തുമ്പിൽ എത്തുന്നതിന് മുമ്പ് ഒരു ലോകം സങ്കല്പിക്കാൻ കഴിയുമോ നമുക്ക്? ഇല്ല, അല്ലേ? ഇപ്പോൾ എന്തിനും ഏതിനും ഇന്റർനെറ്റ് നിർബന്ധമാണ്. കോളേജിൽ ചേരാനും ജോലിക്ക് അപ്ലൈ ചെയ്യാനും എല്ലാത്തിനും ഇന്റർനെറ്റ് വേണം. നമ്മുടെ ഫോണിലെ ഓരോ സ്വൈപ്പും ടാപ്പും നമ്മളെ അറിവിൻ്റെയും അവസരങ്ങളുടെയും ഒരു പ്രപഞ്ചത്തിലേക്കാണ് കൊണ്ടുപോകുന്നത്. ഈ ഒരു ഡിജിറ്റൽ പരിവർത്തനം വെറും ഒരു തുടക്കം മാത്രമാണ്. ടെസ്ലയുടെ ഇലക്ട്രിക് വാഹനങ്ങൾ നമുക്ക് കൂടുതൽ സുഖകരമായ യാത്ര നൽകുക മാത്രമല്ല, സുസ്ഥിരമായ ഊർജത്തിലേക്കുള്ള ആഗോള മാറ്റത്തിന് കാരണമാവുകയും ചെയ്തിട്ടുണ്ട്. നമ്മുടെ റോഡുകളിൽ സുരക്ഷതയും നവീകരണവും ചേർന്ന ഒരു യുഗത്തിന് തുടക്കമിട്ടുകൊണ്ട് സെൽഫ് ഡ്രൈവിംഗ് കാറുകൾ ഇപ്പോൾ ഉണ്ട്. ബഹിരാകാശ യാത്രയുടെ കാര്യമെടുത്താൽ അതിൽ റീയൂസബിൾ റോക്കറ്റുകൾ ബഹിരാകാശത്തേക്ക് കുതിക്കുന്ന കാഴ്ച നമ്മൾ കണ്ടു കഴിഞ്ഞു. സ്പേസ് എക്സ് പോലുള്ള ബഹുനില കമ്പനികൾ കാരണം ഗൃഹാന്തര പര്യവേഷണത്തിൻ്റെയും കോളനിവൽക്കരണത്തിൻ്റെയും സ്വപ്നങ്ങൾക്ക് ഇപ്പോൾ വഴി തെളിയിച്ചു കഴിഞ്ഞു. 21-ാം നൂറ്റാണ്ട് യഥാർത്ഥത്തിൽ സയൻസ് ഫിക്ഷൻ സിനിമകളിൽ മാത്രം കണ്ടുവരുന്ന കാര്യങ്ങൾ റിയലാക്കി മാറ്റിയിരിക്കുകയാണ്. നമ്മുടെ ആരോഗ്യ രംഗത്തും ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. കണ്ണടച്ച് തുറക്കുന്ന സമയത്തിനുള്ളിൽ mRNA വാക്സിനുകളുടെ വികസനം, COVID-19 പാൻഡമിക് പോലുള്ള ആഗോള പ്രതിസന്ധികളെ നേരിടുന്നതിനുള്ള നവീകരണത്തിന്റെ ശക്തി എടുത്തു കാണിക്കുന്നു. പിന്നെ CRISPR, ഇത് വളരെ കൃത്യതയുള്ള ഒരു ജീൻ എഡിറ്റിംഗ് ഉപകരണമാണ്. ജനിതക കോഡ് മാറ്റി എഴുതുന്നതിലൂടെ ശാസ്ത്രജ്ഞർ രോഗങ്ങളെ ചെറുക്കുക മാത്രമല്ല, അവർ മനുഷ്യന്റെ ആരോഗ്യത്തിൻ്റെയും ദീർഘായുസിൻ്റെയും പാതയെ പുനർജനിപ്പിക്കുകയാണ് ചെയ്യുന്നത്. നമ്മുടെ ഡിജിറ്റൽ യുഗത്തിൽ കൃത്രിമ ബുദ്ധിയും റോബോട്ടിക്സും കേന്ദ്ര ബിന്ദുവായി മാറിയിരിക്കുന്നു. AI സംവിധാനങ്ങൾ ഇപ്പോൾ വെറും ലാബുകളിൽ മാത്രം ഒതുങ്ങുന്നില്ല. അവ നമ്മുടെ വീടുകളിലും ഫോണുകളിലും കാറുകളിലും പോലും ഉണ്ട്. ഇത്തരം വെർച്വൽ അസിസ്റ്റന്റുകൾ നമ്മുടെ ഇഷ്ടങ്ങളെ താനെ മനസ്സിലാക്കി അതിനനുസരിച്ച് പെരുമാറുന്നു. ഇതൊക്കെ ഈ നൂറ്റാണ്ടിൽ മാത്രം ഇറങ്ങിയ കാര്യങ്ങളാണ്. നമ്മുടെ നഗരങ്ങൾ വളരുകയും കാലാവസ്ഥാ വ്യതിയാനം നമ്മെ സമ്മർദ്ദത്തിലാക്കുകയും ചെയ്യുമ്പോൾ സുസ്ഥിര സാങ്കേതിക വിദ്യ രക്ഷയ്ക്കായി എത്തുന്നു. നൂതന സോളാർ പാനലുകൾ, കാറ്റാടി യന്ത്രങ്ങൾ, സ്മാർട്ട് ഗ്രിഡുകൾ തുടങ്ങിയ നൂതന ആശയങ്ങൾ ഊർജ ഉൽപാദനത്തിനും ഉപഭോഗത്തിനും വിപ്ലവം സൃഷ്ടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ ഹരിത സാങ്കേതിക വിദ്യകൾ പരിസ്ഥിതി സൗഹൃദം മാത്രമല്ല, വൃത്തിയുള്ളതും ഹരിതാപവുമായ ഒരു ഭാവിക്കായി നമ്മുടെ സമ്പദ് വ്യവസ്ഥയെയും ജീവിതശൈലിയെയും അവ പുനർജീവിപ്പിക്കുന്നു. പുരോഗതിയും സുസ്ഥിരവും കൈകോർത്ത് നടക്കുന്ന ഒരു ഭാവിയിലേക്ക് ഈ കണ്ടുപിടുത്തങ്ങൾ എങ്ങനെ വഴിയൊരുക്കുന്നു എന്നത് വളരെ വലിയ കാര്യമാണ്. നിങ്ങൾ ചുറ്റുമൊന്ന് നോക്കൂ, എത്ര പെട്ടെന്നാണ് നമ്മുടെ ലോകം വളരുന്നത്.
നിങ്ങളുടെ കയ്യിലെ ഫോൺ തന്നെ അതിന് വലിയൊരു ഉദാഹരണമാണ്. ടെക്നോളജിക്കൊപ്പം നമ്മളും വളരണം, ഇല്ലെങ്കിൽ നമ്മൾ കാലഹരണപ്പെട്ടു പോകും. കാരണം ഇപ്പോൾ AI കാരണം ഒരുപാട് പേർക്ക് ജോലി നഷ്ടമായി. അതുകൊണ്ട് നമ്മൾ AIയെ പറ്റി പഠിക്കണം, അത് ഉപയോഗിക്കാൻ പഠിക്കണം. ഇപ്പം ഞാൻ എൻ്റെ വീഡിയോസിന് സ്ക്രിപ്റ്റ് എഴുതുന്നത് ChatGPT പോലുള്ള AI ചാറ്റ് ബോട്ടുകൾ ഉപയോഗിച്ചാണ്. പണ്ട് മാഗസീനിൽ വരുന്ന ആർട്ടിക്കിൾസ് നോക്കിയാണ് എഴുതിയിരുന്നത്. ഇപ്പോൾ ChatGPT വന്നപ്പോൾ അതിലോട്ട് മാറി. അതുകൊണ്ട് ടെക്നോളജിക്കൊപ്പം വളരുക. ഇത്രയും പറഞ്ഞുകൊണ്ട് എൻ്റെ വീഡിയോ ഇവിടെ പൂർണ്ണമാകുന്നു. നന്ദി, നമസ്കാരം.